വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് തന്നെ ഇന്ന് വിളക്ക് കത്തിച്ചതെല്ലാം കണ്ടു. ഇവിടെ രാവിലെ വിളക്ക് കത്തിക്കും കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുവാണ്, പെയ്യുന്നൊന്നുമില്ല. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അടുക്കള രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെ വീട്ടിലെ അടുക്കള ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അങ്ങ് കുറേ പാത്രങ്ങൾ നിരത്തി വെച്ചാൽ നമ്മളെ ഇഷുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പം ഇന്ന് നിമിഷേച്ചിക്ക് എക്സാം ഉള്ളതുകൊണ്ട് രാവിലത്തെ ഡ്യൂട്ടി ഞാനും അമ്മയും ഏറ്റെടുത്തു. അങ്ങനെ നമ്മളെ പത്തല അതിലേ തോന്നുന്നു, അതാണ് ചായക്ക് കടി കേട്ടോ. അപ്പോൾ അമ്മ അതിങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ പാനിലാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിപ്പം ഒന്ന് തന്നെ കുറേ നമുക്ക് ചുട്ടെടുക്കാം, പക്ഷേങ്കിൽ അതൊന്നായി വരുമ്പോഴേക്ക് മറ്റേതിങ്ങനെ ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകും. അപ്പം അമ്മ ഇങ്ങനെ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നവിടെ വെക്കുന്നുണ്ട്, പിന്നെ അപ്പോഴേക്ക് മറ്റേതാകുമ്പോഴേക്ക് അതൊന്ന് എടുക്കുന്നുണ്ട്. എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടില്ല, അതിങ്ങനെ ഊരി വീകും കേട്ടോ. എങ്ങനെയല്ലോ ആക്കി എടുക്കുവാണ്. പിന്നെ മുട്ടക്കറി അപ്പുറത്ത് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പം ഞാനിവിടുന്ന് തേങ്ങയും ചിരവുന്നുണ്ട്. നമ്മളെ റിക്കൂട്ടനും ഇഷുവും നല്ല ഉറക്കാന്നേ. അപ്പം നിമിഷേച്ചിക്ക് രാവിലെയാണ് പരീക്ഷ, അതുകൊണ്ട് രാവിലെ പോയിട്ടുണ്ടായിന്. അങ്ങനെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തലേന്ന് ചിരവി വെച്ച കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് പാലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണേ. തേങ്ങയെല്ലാം ചിരവി മിക്സിയിലടിച്ചു, വന്നിട്ട് പിന്നെ പാലെല്ലാം എടുത്ത് കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ പിന്നെ ഞാൻ നേരെ എന്താ ചെയ്യുന്നത്, മുട്ടക്കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലമ്മ മുട്ട അതിൽ തന്നെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മുട്ട അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുവാന്ന് കേട്ടോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു മുട്ടയുണ്ട്, അതിൻ്റെ തോട് മാത്രം, ബാക്കി അതിൻ്റെ ഉള്ള സംഭവം എല്ലാം പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിനെ. അങ്ങനെ അതെല്ലാം എടുത്തു. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു മുട്ടത്തോട് കണ്ട വേറെ തന്നെ. അപ്പോൾ അടർത്തി എടുക്കേണ്ട പണിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ മുട്ടക്കറിയായി. അപ്പം നല്ല ഞാനും അമ്മ ഇങ്ങനെ പറയാം, ഇപ്പോൾ ഹോട്ടലത്തെ മുട്ടക്കറിയൊന്നും രസമില്ലല്ലേ, അതിൽ നല്ലത് നമ്മളെ വീട്ടിൽ വെക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടാണ് കറി ആക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട്. എല്ലാം കൂടി കുക്കറിലിട്ട് കൂക്കിപ്പിക്കും, അത് തന്നെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കും. അപ്പം നമ്മളെ ഹോട്ടലിലെല്ലാം കിട്ടുന്ന അതേ കറി തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്ത് അമ്മ ഇനി 2-3 കൂടി ചുട്ട് കഴിഞ്ഞാൽ നമ്മളെ പത്തിരി അത് റെഡിയായി. അങ്ങനെ ഞാൻ മുട്ടക്കറി ഇതിങ്ങനെ ഉടച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. കുറേ തിളപ്പിച്ച് വെക്കൊന്നും വേണ്ട, വെറുതെ ഒന്നിങ്ങനെ തിളപ്പിച്ച് വെക്കുക. അപ്പം മുട്ടയും അതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അതിലൊരു വഴിക്കായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അച്ഛൻ നമ്മളെ ഇഷുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ തോല് ചെത്തുവാന്നേ. അച്ഛന് കണ്ണിന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അതാണ് കേട്ടോ കണ്ണട ഇട്ടത്. അങ്ങനെ പിന്നെ മുകളിലേക്ക് പോയിട്ട് ഇതാ ഇഷുവിനെ എണീപ്പിക്കുവാന്ന്. നല്ല ഉറക്കാന്ന് കേട്ടോ. ഓന് 8-8:30 അങ്ങനെ എന്തോ വണ്ടി വരും. അപ്പം 7 മണിയാകുമ്പോഴെങ്കിലും എണീപ്പിക്കണം. പിള്ളേരല്ലേ, എണീച്ച് പല്ലെല്ലാം തേച്ച് കുളിച്ച് പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പോഴേക്കൊരു സമയമാകുമല്ലോ. അങ്ങനെ അമ്മ ഇഷുവിനെ എണീപ്പിക്കുന്നുണ്ട്. നമ്മളെ റിക്കൂട്ടൻ നല്ല ഉറക്കാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളപ്പണിയെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ റിക്കൂട്ടൻ്റെ അടുത്തേക്ക് പോയി. ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നായി വരക്കുന്ന വെച്ചേക്കും, അതിൻ്റെ കുര നിർത്താൻ ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. റിക്കൂട്ടൻ നല്ല ഉറക്കമാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, എൻ്റെ തലയിലുണ്ടല്ലോ മുടി ഉണ്ട് എന്നേ ഉള്ളൂ, പക്ഷേ നല്ല താരനാണ്. അപ്പോൾ നമ്മൾ ഈ അംബികാപ്പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള മാമില്ലേ, അവരെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിലിൽ കല്ലുപ്പ് പൊടിച്ചത് ചേർത്തിട്ട് തലയിൽ തേച്ചാൽ താരൻ മാറും എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് തലേന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പം പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുന്നൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ കൈനെ കൊണ്ടാക്കുന്നവർ ഇങ്ങനെ പൊടിപൊടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താരം മാറാൻ എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണേ.
പിന്നെ ഞാനിങ്ങനെ റിക്കൂട്ടൻ ഉറങ്ങുന്നല്ലേ, അപ്പോൾ ആ സമയം ഞാൻ വിചാരിച്ചു എൻ്റെ പഴയൊരു ബ്ലൗസ് ഉണ്ട്, അപ്പോൾ ഒരു കല്യാണം വരുന്നുണ്ട്, അതിന് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ആ ബ്ലൗസിൻ്റെ തുന്നലെല്ലാം പൊട്ടിക്കുമെന്ന്. ഈ അമ്മമാരായവർക്കറിയാം, നമ്മളെ പിന്നെയുള്ള ഡ്രസ്സുകൾ എന്നെല്ലാം പറഞ്ഞാൽ പഴയതിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നൂലുകൾ പൊട്ടിക്കേണ്ടി വരും. പിന്നെ എനിക്കിപ്പം എന്താ ഷേപ്പാക്കാനും ഇതാക്കാനും അറിയുന്നത് കൊണ്ട് എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഇപ്പം ഷേപ്പാക്കലാന്ന് പണി. അപ്പോൾ വിചാരിച്ച് ബ്ലൗസിൻ്റെ പണി അങ്ങ് ഏറ്റെടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അത് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ എടുത്തത് നമ്മൾ ഇഷ്യൂ ആണ് കേട്ടോ. ഞാൻ ക്യാമറയല്ല ഫോണാടെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓനതെടുത്തിട്ട് വെറുതെ എൻ്റെ വീഡിയോ എടുത്ത്. അങ്ങനെ പിന്നെ ഇഷാൻ ഇതാ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റിക്കൂട്ടന് തേടിയുണ്ട്. അപ്പം അച്ഛൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ പല്ല് തേച്ചാലേ കൂട്ടുള്ളൂ. റിക്കൂട്ടിന് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഫൈനലി എങ്ങനെയല്ലോ പല്ല് തേപ്പിച്ചു. അങ്ങനെ അച്ഛനും റിക്കൂട്ടിനും കൂടിയിട്ട് ഇഷുവിനെ വണ്ടിയിൽ സ്കൂളിലേക്ക് സ്കൂൾ ബസ് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആ ബസ്സിലടുത്തേക്ക് കൊണ്ടാക്കാൻ പോവാണ്. പിന്നെ ഞാനപ്പോഴേക്ക് നമ്മളെ എന്താ പത്തല അതിലേതൊന്ന് അത് നമ്മൾ മുട്ടക്കറി കൊട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ പിന്നെ ഇതാ ബ്ലൗസ് അടിച്ചുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. കണ്ടില്ലേ, ബ്ലൗസിൻ്റെ നൂല് പൊട്ടിക്കുന്നു, തയ്ക്കുന്നു. അതിൻ്റെ നടുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നൂല് തീർന്നു. പിന്നെ നൂല് കയറ്റി എന്നിട്ട് പിന്നെയും അടിച്ചിട്ട് നോക്കുമ്പോൾ ലൈനിങ്ങിന് ഞാനിങ്ങനെ പരമാവധി അറ്റത്തേക്കാക്കിയിട്ടാണ് അടിച്ചത്, കാരണം എന്നാലേ എനിക്കത് ഇടാൻ പറ്റും. അതിന് ശേഷം ഇതാ റിക്കൂട്ടൻ്റെ കുപ്പിയെല്ലാം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അന്ന് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് റിക്കൂട്ടൻ ഈ കുപ്പിയിൽ കുടിക്കുന്നത് കണ്ടിട്ട് കേട്ടാ. അതെന്താ സംഭവം എന്നാൽ ഓൻ പാല് കൂടി നിർത്തിയിട്ടില്ല. ഈ ഉറങ്ങുന്ന സമയത്ത് മാത്രം രാത്രിക്ക് വെറുതെ ഇങ്ങനെ കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പം രാത്രി ഓൻ റിക്കൂട്ടൻ എല്ലാ ദിവസവും രാത്രി എണീച്ചിട്ട് ഉറക്കത്ത് എണീച്ചിട്ട് പാല് വേണമെന്ന് പറയും. അതായത് ഈ കുപ്പിപ്പാൽ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഓൻ ഉറങ്ങുകയുള്ളൂ കേട്ടോ. അത് കുടിച്ച് അതും ചൂടോടെ മധുരം ഇട്ടിട്ട് കുടിച്ചതിന് ശേഷം മാത്രമേ അവൻ ഉറങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അല്ലാണ്ടും കപ്പിലും എല്ലാം ഗ്ലാസ്സിലെല്ലാം കുടിക്കലുണ്ട്. ഇങ്ങനെ തരുമൊക്കെ പോകും, പക്ഷെ അങ്ങനെയും കുടിക്കലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ റിക്കൂട്ടനും അച്ഛനും കൂടിയിട്ട് ഇഷാന ബസ് കയറ്റി വിട്ടിട്ട് ഒരു ടൗണിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ളത് എന്താ വെച്ചാൽ റിക്കൂട്ടൻ്റെ ഇതാ മുടി മുറിക്കാൻ വേണ്ടിയിട്ടാണ്. വാസോട്ടൻ എന്നാ പറഞ്ഞിട്ട് വാസച്ചൻ എന്ത് പറഞ്ഞു? ചെരുപ്പയിപ്പിച്ചിനാ? ആരാ മുട്ടായി തന്നെ വാസോട്ടനാ? റിക്കൂട്ടൻ്റെ മുടി മുറിച്ച ആളെ പേരാണ് കേട്ടോ വാസോട്ടൻ. അപ്പം വരുന്ന വഴിക്ക് അച്ഛൻ മീനും എല്ലാം വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ റിക്കൂട്ടൻ്റെ മുടി മുറിച്ചു. ഓൻ അവിടെ നിന്ന് കടയിൽ നിന്ന് ഒരു മുട്ടയെല്ലാം വാങ്ങിയിട്ട് വന്നു. പിന്നെ റിക്കൂട്ടിനൊരു പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിന്. പിന്നെ മുട്ടക്കറി ഉള്ളതുകൊണ്ട് റിക്കൂട്ടിന് പൊറോട്ടയും മുട്ടക്കറിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഭക്ഷണം കഴിക്കാൻ റിക്കൂട്ടിന് ഭയങ്കര മടിയാണ്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നാലായി. ഒരു സമയത്ത് ഓൻ നല്ലോണം കഴിക്കുമായിരുന്നു, ഇപ്പം ഒന്നും വേണ്ട. അങ്ങനെ പിന്നെ ആ പൊറോട്ട ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഒരു കഷ്ണം കഴിച്ചിന് കേട്ടോ. ഒരു പൊറോട്ട മൊത്തമായിട്ടൊന്നും തിന്നിട്ടൊന്നുമില്ല, ഒരു കഷ്ണം മാത്രം കഴിച്ചു. അങ്ങനെ ഞാൻ അമ്മേനോട് എന്തോ വർത്തമാനം പറയാൻ തോന്നുന്നു. എൻ്റെ റിക്കൂട്ടൻ മുടി മുറിച്ചുകൊണ്ട് തന്നെ രാവിലെ പിന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് ചങ്ങായി ഇരിക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൻ്റെ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഓൻ ഇടുകയുള്ളൂ കേട്ടോ. വേറെ മീൻസ് എന്താ ഏത് ഡ്രസ്സ് കൊടുത്താലും ആ ബനിയൻ മോഡൽ സംഭവങ്ങളൊന്നും ഇടില്ല. ഇപ്പം റിക്കൂട്ടിന് ആകെ ഇടുക ജീൻസിൻ്റെ പോലെ തന്നെ ആ പാൻറ്റും പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടീഷർട്ട് വന്നേ. അത് നിർബന്ധമാണെന്ന് തോന്നുന്നു. നമ്മൾ എത്ര നിർബന്ധിച്ചാലും ഓൻ അങ്ങനത്തെ ആ ബനിയൻ മോഡൽ ട്രൗസേഴ്സ് ഒന്നും ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റിക്കൂട്ടിന് ഗ്ലാസ്സിൽ കൊടുത്താലും ഓൻ കുടിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഓന് കുപ്പിയിൽ കൊടുത്തിട്ടില്ല. അവൻ്റെ മറ്റേ കുപ്പി ഞാൻ കഴുകാൻ മറന്നുപോയി കേട്ടോ. അപ്പം പെട്ടെന്ന് എരിഞ്ഞപ്പം വെള്ളത്തിന് വെച്ചപ്പോൾ ഞാനിതാ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ കപ്പിൽ ഗ്ലാസ്സിൽ കൊടുത്താലും റിക്കൂട്ടിന് ഒറ്റയ്ക്ക് തന്നെ കുടിക്കും. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പകലെല്ലാം ഇപ്പോൾ ഒന്നിക്ക് മറ്റേ കുപ്പി ജസ്റ്റ് രാത്രിക്ക് അതിങ്ങനെ പാലുകൂടി നിർത്താനായ കുട്ടിയല്ല, അതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അതിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ വെള്ളമായാലും അതായാലും അങ്ങനെയൊന്നും കൊടുക്കലൊന്നുമില്ല. ഇങ്ങനെയെല്ലാം കൊടുത്താലും റിക്കൂട്ടൻ കുടിക്കും കേട്ടോ.
പിന്നെ നമ്മളെന്തായി നമ്മളെ ബീൻസ് വറവില്ലേ അതാക്കി. ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ബീൻസ് വറവെല്ലാം ആക്കൽ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൊന്നും വേണ്ട, വെള്ളം പറ്റിയിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് ആയിക്കോളും. ആ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ ബീൻസ് വറവ് ഇതാ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി വെള്ളം പറ്റാണ്ട്. ഇപ്പോഴേക്ക് അച്ഛനും റിക്കോർഡും കൂടി നമ്മളെ ഫിഷ് ടാങ്ക് വൃത്തിയാക്കുവാണ്. അപ്പം മീനിനെ എടുത്തിട്ട് ഇതുപോലെ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിക്കോർഡിനെ എന്നെ വിളിച്ചിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 മീനുകളാണ്. നമ്മൾ ഇഷു ഇതിനെന്തോ പേര് പറയും, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഈ മീനിൻ്റെ പേരുകൾ സംഭവങ്ങൾ അതൊന്നും അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് അകത്തേക്ക് കയറുമ്പോഴേക്ക് നമ്മളെ പയർ ഇതാ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഓഫാക്കി. പിന്നെ ഇനിയിപ്പം മീൻ മുറിക്കാനുണ്ട് കേട്ടോ. പൊതുവെ അമ്മയാണ് മീനെല്ലാം അധികവും മുറിക്കൽ. ഞാനിതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ മുറിച്ചാലായി. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു മീൻ മുറിക്കാമെന്ന്. റിക്കോർഡിന് അച്ഛൻ അവിടുന്ന് ടാങ്ക് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. ഞാനിതാ നമ്മളെ പുയ്യാപ്പിളയാണ് കേട്ടോ മീൻ. പുയ്യാപ്പിള ഓരോ സ്ഥലത്ത് ഓരോന്ന് പേര് പറയുന്നത്. പുയ്യാപ്പിളക്ക് എന്താ വേറെ പേര്, കോരാന്നാ അറിയില്ല. അപ്പോൾ അങ്ങനെ മീൻ മുറിക്കാം. അതിൻ്റെ നടുക്കാണെങ്കിൽ ഒരു പൂച്ച വന്നിട്ട് എനക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ ആരും തൊടുന്നത് ഇതാക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അതിലേക്ക് ഈ പൂച്ചയാണെങ്കിൽ ഉണ്ടല്ല, ഈ പൂച്ചകൾക്കില്ല ഒരിത് നമ്മളെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഉരുമി നിൽക്കില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനാണെങ്കിൽ അതിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവാന്ന്. അങ്ങോട്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കാലിൽ തൊടല്ലേ, എന്നെ തൊടല്ലേ എന്ന്. ഇത് ഞാൻ അതിൻ്റെ ചവിട്ടിയതല്ല കേട്ടോ, വെറുതെ നിലത്ത് ഇങ്ങനെ ചവിട്ടിയിട്ട് വെച്ചാക്കുമ്പോൾ അതങ്ങ് ഓടിപ്പോയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്തോ എനിക്ക് ഇഷ്ടമല്ല, അതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് മാത്രമല്ല നീതും പൂച്ചേനെ ഇഷ്ടമല്ല. നീതും എന്നാ പറയുകയെന്ന് വെച്ചാലുണ്ടല്ല, എനിക്ക് നീതും പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു 2 എണ്ണത്തിനെല്ലാം വീട്ടിൽ കൊണ്ടുവന്നിട്ടെല്ലാം ഉണ്ട്. പക്ഷേ പൂച്ചകൾ ഇഷ്ടമല്ല, കക്കുവാണേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ടാണ് നീതും പറയൽ. എനിക്ക് പിന്നെ ഇതിങ്ങനെ മേത്ത് വരുന്നതേ തിരിച്ച് ഈ വാലെല്ലാം ഇങ്ങനെ മേത്ത് വരക്കുമ്പോൾ എനിക്ക് എന്തോ ആകും. കുറച്ച് ഞാൻ ക്ഷമിച്ച് നിന്ന്, പിന്നെ ഞാനിങ്ങനെ അതിനെങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ അമ്മ അലക്കിയിട്ട് പിന്നെ തുണി ആറിയിടുവാണ്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ വേഗം ഉണങ്ങുമല്ലോ. ഇപ്പം പിന്നെ എല്ലാ ദിവസവും മഴയല്ലേ. അങ്ങനെ ഞാൻ മീൻ മുറിക്കുന്നുണ്ട്. റിക്കോർഡിനാണെങ്കിൽ പിന്നെ വെള്ളം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഇങ്ങനെ പരമാവധി അത് എന്താ പറയുക മുതലെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പൂച്ചക്ക് പകരം 2 പൂച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ രണ്ടാളും കൂടിയായി. ഞാൻ ആദ്യം തിന്നും, നീ ആദ്യം തിന്നും, ഞാൻ ആദ്യം തുള്ളും എന്നുള്ളതിൽ ഇങ്ങനെ നോക്കി അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെയാണ് മീൻ മുറിക്കൽ പരിപാടിയിലാണ്. പിന്നെ നമുക്ക് ഇന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കുഴി കണ്ടോ നിങ്ങളിവിടെ, ഇതിപ്പം എന്താ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് സംഭവമെല്ലാം നമ്മൾ ഇതിലേക്ക് അങ്ങിടും. സംഭവം ഇത് ഓവുണ്ട് അടിയിലേക്ക്. അപ്പം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങ് പോയിക്കോളും. അപ്പം നമ്മൾ ജസ്റ്റ് കുറേ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അമ്മയും എൻ്റെ ഒന്നിച്ചിട്ട് മീൻ മുറിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. റിക്കോർഡിന് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ചീത്തയിട്ടുണ്ട്. അവിടെ പൂഴിയ സിമെൻറ്റ് എന്തോ ഒന്നുണ്ട്, അതെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഓടിച്ച് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൊള്ളാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ അച്ഛൻ വരുമ്പം ഉഴുന്ന് വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അമ്മ നല്ല നമ്മളെ മമ്പയറും അതുപോലെ തന്നെ ചേനയും കായെല്ലാം ഇട്ടിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിന്. മത്തനും എല്ലാം കൂടി ഇട്ടിട്ടൊരു കറി കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പുയ്യാപ്പിള പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അടുക്കള പരിപാടികളെല്ലാം ഒരുവിധം കഴിഞ്ഞു. റിക്കോട്ടൻ കണ്ട പുറത്ത് തന്നെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ. മറ്റിവൻ കുറച്ച് സമയം കാർട്ടൂണും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ എന്തോ 2-3 ദിവസമായിട്ട് കാർട്ടൂണും വേണ്ട. നല്ലത് തന്നെ, മഴയെല്ലാം കുറഞ്ഞ സമയത്ത് ഇങ്ങനെ നടക്കുന്നത് നല്ലത്. പക്ഷേ ഇതുപോലെ അത് കണ്ട, അത് മോട്ടർ നിറച്ച് വെള്ളം മറിഞ്ഞാണ്. പാടിയാണ് ഈ മാഷാൻ്റെ അടുത്ത കളി. അങ്ങനെ പിന്നെ പൈപ്പ് 2 എണ്ണം ഇതായത് എല്ലാം യോജിപ്പിക്കൽ, അങ്ങനെ എന്തെല്ലോ കളിയിലാണ് കേട്ടോ റിക്കൂട്ടിനെ പുറത്തേക്ക് വിട്ടാൽ ഇത് ആളുള്ള സ്ഥലത്ത് നിൽക്കില്ല, വേറെ ഇടത്തേക്കെങ്കിലും പോകും. എന്നിട്ട് അവൻ ഒറ്റക്ക് എൻ്റെ കളി കളിക്കും. അങ്ങനെ പിന്നെ റിക്കോട്ടിന് മേത്ത് വെള്ളമെല്ലാം അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി അവൻ കാർട്ടൂണും കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ പോകുന്നത് അംഗനവാടിയിലേക്കാണ്. ഈ ഞാൻ കാണിക്കുന്നതാണല്ലേ, ഞാൻ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ തയ്ച്ച ചുരിദാറാണ്, ടോപ്പ്. പാൻറ്റില്ല, പാൻറ്റ് അടിക്കാനൊന്നും അറിയില്ല. ടോപ്പിനെ ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അങ്ങനെ അടിച്ചതാണ് കേട്ടോ. നമ്മളെ കളക്ഷനിൽ തന്നെയുള്ള നമ്മളെ പോളിസ്റ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് പോളിസ്റ്റർ മെറ്റീരിയൽ ഉണ്ട്, വേണ്ടവർ മെസ്സേജ് ചെയ്യാം.
അങ്ങനെ പിന്നെ അംഗനവാടിയിലേക്ക് പോകാമെന്ന്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സഞ്ചിയാണ് അമൃതം പൊടി വാങ്ങാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് റിക്കോർഡിന് അവിടെ ഒന്ന് വീണു. അതിൻ്റെ ശേഷം അമ്മ റിക്കോർഡിനെ എടുത്തിട്ട് നടക്കുവാന്ന്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയൊരു ആൾ ഉഷാറായപ്പോൾ കയ്യെല്ലാം പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അംഗനവാടി പോയി അമൃതം പൊടിയെല്ലാം വാങ്ങി. ആൻറ്റിമാരെല്ലാം വീട് അതിൻ്റെ അടുത്താണ്. അങ്ങനെ അവിടെയെല്ലാം പോയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലെത്തിയത്. അപ്പോൾ നല്ല മാങ്ങാച്ചാറും നമ്മളെ വയറവും കറിയും പിന്നെ പൊരിച്ചതും കൂട്ടിയിട്ട് ചോറ് കഴിക്കുവാന്ന്. ഞാൻ കഴിച്ചു. റിക്കോർഡിന് കൊടുത്തപ്പം അവൻ 2 വായി തിന്ന്, പിന്നെ തിന്നുന്നേയില്ല. അങ്ങനെ പിന്നെ റിക്കോർഡിന് എന്ത് ചെയ്തെന്നാൽ നമ്മളെ രോഷിനി ചേച്ചിയില്ല, അവർ മാങ്ങ കൊടുത്തിട്ടുണ്ടായിനെ. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ സ്റ്റിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ അതിൻ്റെ സെയിം നൂല് വെച്ച് തുന്നുന്നല്ല, വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് അടിച്ചതാണ്. കണ്ട് ആ വീട്ടിലെ രോഷിനി ചേച്ചി റിക്കോർഡിന് ഒരു മാങ്ങ കൊടുത്തിട്ടുണ്ടായിന്. അതെന്തോ ഭാഗ്യത്തിനും തിന്നു കേട്ടോ. അന്നേരം എനിക്ക് ഇത്തിരി സമാധാനമായത്. പിന്നെ ഇതാ ഞാൻ മുകളിൽ കയറി തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. തലയിലും കെട്ടി വെച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും റിക്കോർഡിനും നമ്മളെ ഇഷുവിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിന്. അങ്ങനെ അവർ തിരിച്ചു വന്നു. പിന്നെ അതാ ഇഷാനും നമ്മളെ റിക്കൂട്ടനും ഞാൻ കുളിച്ച് വരുന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇഷുവും റിക്കൂട്ടനും പിന്നെ അപ്പുറത്തുള്ള കുഞ്ഞാറ്റെല്ലാം ഉണ്ടായിരുന്നു. അവർ 3 ആളും കൂടി അവിടെ അടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് സമയം നമ്മളെ ചാനലിൽ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്ത് നിന്നു. പിന്നെ ചോറെല്ലാം കഴിച്ച് ദരിക്കൊണ്ട് ചോറ് അതുപോലെയുണ്ട്. പിന്നെ ഒരു ദോശയെല്ലാം ചുട്ട് കൊടുത്ത് എങ്ങനെയല്ലോ ഉറക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.